ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇത് രാവിലെ ഇന്ന് സൺഡേ അല്ലേ, ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതായിരുന്നേ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. തണുപ്പ് കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ മഴയും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പം കഷ്ടമാണ്. പള്ളിയിൽ പോയി വന്നു, തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു. അതിന് വീഡിയോ കുറച്ച് എടുത്തുള്ളൂ. നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ കിടന്നുറങ്ങി. കൂട്ടുകാരെ, ബാംഗ്ലൂർ ഭയങ്കര തണുപ്പാണേ, ഒരു രക്ഷയില്ല. അയ്യോ, ഇപ്പം സമയം 4 മണിയാകുന്നു. എന്നാൽ ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ചൂടോടുകൂടി ഉണ്ണിയപ്പം ചൂടാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ കലക്കിയെല്ലാം വച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഓർത്ത് വീഡിയോ എടുക്കാമെന്ന്. അതുകൊണ്ട് അതില്ല. പിന്നെ സൺഡേ ഒരു വ്ളോഗ് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതേ ഉള്ളേ. നല്ല തണുപ്പത്തെ നല്ല ഉണ്ണിയപ്പം കഴിക്കാനായിട്ടൊരു കൊതി തോന്നിയോണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണേ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നും ഉണ്ടാക്കിയില്ല, ചായക്ക് വേണ്ടി മാത്രം. അത് കുറച്ച് ഉണ്ടാക്കി വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് തീരുന്നൊരു സാധനമാണ് ഇവിടെ. ചെറിയവന് ഭയങ്കര ഇഷ്ടമാണ്, മോക്കും ഇഷ്ടം. എന്നാലും ഏറ്റവും കൂടുതൽ കുഞ്ഞുവിന് ഇഷ്ടം. കുട്ടൂസ് നന്നായിട്ട് കഴിച്ചോളും ഉണ്ണിയപ്പം. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പവും ചായയും കൂടെ കുടിച്ചു. ചായ എടുക്കുന്നതും കുടിക്കുന്നതൊന്നും കാണിച്ചില്ല കേട്ടോ. അത് എടുക്കാൻ മറന്നുപോയി വീഡിയോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ട്രീ ഒരുക്കണം എന്ന് പറഞ്ഞു. ട്രീ മേടിക്കാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു ട്രീ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും അല്ല, കുറേ നാളായതാണേ. അത് പിന്നെ എടുത്തു കൊടുത്തു ചേട്ടൻ. അപ്പം പിന്നെ ആങ്ങളെയും പെങ്ങളും കൂടെ അത് ഒരുക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഇതങ്ങോണ്ട് ഉള്ളത് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടു എന്നേ ഉള്ളൂ. ഈ വർഷം ഞങ്ങൾ മേടിച്ചില്ല. പുറത്തായിരുന്നു എല്ലാ വർഷവും വച്ചുകൊണ്ടിരുന്നത്. വലിയ ട്രീ ആയിട്ട് വെക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അവരങ്ങോട്ട് ആഘോഷിച്ചു. എന്നിട്ട് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കുട്ടൂസ്. ഇന്നലെ ഒരു സ്റ്റാറും തൂക്കിയായിരുന്നു. അതും ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ. അത് ഇന്നലെ തൂക്കിയതാണ് കേട്ടോ സ്റ്റാറ്. പിന്നെ ക്രിസ്മസ് ആയല്ലോ, കുട്ടൂസിൻ്റെ കൂട്ടുകാരികളുണ്ട് കുറേ കുട്ടികളെ. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം ക്രിസ്മസിന്. അതിനു വേണ്ടി ഞാൻ ഇതുണ്ടാക്കുമായിരുന്നു, കയ്യിലിടാനായിട്ടുള്ള ബ്രേസ്ലെറ്റ്. അങ്ങനെയൊന്നുമില്ല, അറിയാവുന്ന പോലെ ഉണ്ടാക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.